guys, Roshima Celine from Cars Garage. ഇന്ന് നമ്മൾ നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഫോഴ്സിന്റെ 5-door ഗൂർക്കയാണ്. City lights flicker where the sinners play preacher. Graffiti scriptures on train cars, the steel messenger. Cobblestone pathways, souls caught in a shuffle. Every breath's a gamble, life's one long scuffle. Sirens kiss the night with their mournful cries. ഗൂർക്ക മെയിൻലി അറിയപ്പെടുന്നത് അതിന്റെ റഗ്ഡ് ക്യാരക്ടറിസ്റ്റിക് 4x4 capabilities, അതേപോലെ തന്നെ വാട്ടർ വെയ്ഡിങ് കപ്പാസിറ്റീസ് ആണ്. പിന്നെ അതിന്റെ സിഗ്നേച്ചർ ആയിട്ട് വരുന്ന മെർസിഡസിന്റെ OM 616 എഞ്ചിൻ ആണ്. 1997 തുടങ്ങി ഈ ഗൂർക്ക നമുക്ക് അവൈലബിൾ ആണ്. അതും കൂടുതലും മിലിറ്ററി യൂസേജിന് വേണ്ടിയിട്ടായിരുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ 2005-2015 തുടങ്ങിയാണ് സിവിലിയൻസിലേക്ക് അത് എത്തിയിരിക്കുന്നത്. അതിൽ നിന്ന് ഒത്തിരി അപ്ഡേഷൻസ് ഇപ്പോഴത്തെ ഗൂർക്കയിൽ നമുക്ക് വന്നിട്ടുണ്ട്. ഈവൻ ദോ സ്റ്റിൽ മിലിറ്ററിയിൽ അത് യൂസ് ചെയ്യുന്നുണ്ട്. റീസെന്റ് 2 monthsനുള്ളിലായിട്ട് നമുക്കൊരു 1000 എബോവ് ഗൂർക്കാസ് ആണ് നമ്മുടെ മിലിറ്ററിയിലും അതേപോലെ ഡിഫൻസിലേക്ക് എടുത്തിരിക്കുന്നത്. അതുകൂടാണ്ട് നമ്മുടെ ലോക്കൽ ഗവർണിംഗ് സർവീസ് ആയിട്ടുള്ള ഫോറസ്റ്റ്, ഫയർഫോഴ്സ്, പോലീസ്, ഇതിലെല്ലാം നമുക്ക് ഈ ഒരു വെഹിക്കിൾ കാണാൻ പറ്റുന്നതാണ്. ഒരു G-Wagon ഇൻസ്പയർഡ് ആയിട്ടുള്ളൊരു ലുക്കാണ് നമുക്ക് ഈ ഒരു വെഹിക്കിളിൽ കാണാൻ പറ്റുന്നത്. ഫസ്റ്റ് തന്നെ പറയേണ്ടത് നമ്മുടെ ഈ ഒരു ഗൂർക്കയുടെ ബാഡ്ജിങ് ആണ്. സെൻട്രലിൽ തന്നെ നമ്മൾ ബോൾഡ് ആയിട്ട് ഇത് കൊടുത്തിട്ടുണ്ട്. അതുകൂടാണ്ട് ഒരു റെട്രോ ഫീൽഡ് വരുന്ന LED പ്രോ എഡ്ജ് ഹെഡ് ലാംപ്സും അതിന് ചുറ്റുമുള്ള ഒരു റൗണ്ട് DRLസും ആണ് നമുക്ക് വരുന്നത്. പിന്നെ നമ്മുടെ സിഗ്നേച്ചർ ഇൻഡിക്കേറ്റേഴ്സ് അതേ പൊസിഷനിൽ തന്നെ ആണെങ്കിൽ പോലും നമുക്ക് ചെറിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതിപ്പോ LED ആയിട്ടുണ്ട്. നമുക്ക് ഫോഗ് ലാംപ്സും വരുന്നുണ്ട്. അതുകൂടാണ്ട് നമ്മുടെ ഫ്രണ്ട് ബമ്പറും മെറ്റലാണ് വരുന്നത്. ഫ്രണ്ട് ബമ്പർ എന്നല്ല, ഈ ഒരു വെഹിക്കിളിന്റെ ഓൾമോസ്റ്റ് എല്ലാ പാർട്സും മെറ്റലാണ് വരുന്നത്. ആകെ വെരി ഫ്യൂ, ഒരു വളരെ ചുരുക്കം പാർട്സ് മാത്രം ഫൈബർ വരുന്നുള്ളൂ. നമ്മൾ പറഞ്ഞ ഗൂർക്കയുടെ ലെജൻഡറി എഞ്ചിനാണ് ഈ കാണുന്നത്. 2.6 liters മെർസിഡസ് ഡിറൈവ്ഡ് ആയിട്ടുള്ള ഡീസൽ എഞ്ചിനാണ് നമുക്ക് വരുന്നത്. 140 PS പവറും 320 Nm ടോർക്കും ആണ് നമുക്ക് വരുന്നത് ഈ വണ്ടിക്ക്. നമ്മുടെ ട്രാൻസ്മിഷൻ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 5 speed മാനുവൽ ട്രാൻസ്മിഷനേ അവൈലബിൾ ആയിട്ടുള്ളൂ, ഓട്ടോമാറ്റിക് അവൈലബിൾ അല്ല. അതുകൂടാണ്ട് നമുക്ക് 4x4 വിത്ത് ലോ റേഞ്ച് ഗിയർ ബോക്സ് ആണ് വരുന്നത്. നേരത്തെ ലിവർ ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് സ്വിച്ച് ടൈപ്പ് ആണ് വരുന്നത്. ഈ ഒരു സെഗ്മെന്റിലെ വെഹിക്കിളിൽ നിന്ന് ഗൂർക്കനെ വേറിട്ട് നിർത്തുന്നത് ഇതിന്റെ ഫ്രണ്ട് ആൻഡ് റിയർ ഡിഫറൻഷ്യൽ ലോക്ക് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓഫ് റോഡിങ്ങിൽ മാക്സിമം ഹെൽപ്ഫുൾ ആകുന്നുണ്ട്. നമ്മുടെ ടയേഴ്സ് വരുമ്പോൾ 255 mm ഓൾ ടെറൈൻ ടയേഴ്സ് ആണ് വരുന്നത്. അതുകൂടാണ്ട് നമുക്ക് 18 ഇഞ്ചിന്റെ അലോ വീൽസ് അവൈലബിൾ ആണ്. സ്പെയർ വീൽസിൽ പോലും നമുക്ക് അലോ വീൽസ് അവൈലബിൾ ആണ്. പിന്നെ ഈ ORVM നേരത്തെ മാനുവൽ ആയിരുന്നു, ഇപ്പൊ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ്. ഈ ഒരു വെഹിക്കിളിൽ വരുമ്പോഴേക്കും ഈ ഒരു ഫ്രണ്ടിലെ ഗാർഡും മുകളിലത്തെ കാരിയറും അതേപോലെ ലാഡറും അഡീഷണൽ ഫിറ്റ്മെന്റ്സിൽ വരുന്നതാണ്. നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഓപ്ഷനും കൂടി അവൈലബിൾ ആണ്. ബ്രേക്കിംഗ്സ് വരുമ്പോഴേക്കും നമുക്ക് ഫ്രണ്ട് ഡിസ്കും ബാക്ക് ഡ്രമ്മും ആണ് വരുന്നത്. ഈ ഒരു വെഹിക്കിളിന്റെ വെയിറ്റും കാര്യങ്ങളും കൺസിഡർ ചെയ്താൽ പോലും നമുക്ക് അത്യാവശ്യം നല്ല ബ്രേക്കിംഗ് എഫിഷ്യൻസി അവൈലബിൾ ആണ്. ഈ ഒരു വെഹിക്കിളിൽ നോക്കുമ്പോഴേക്കും നമുക്ക് ഫ്രണ്ട് ഇൻഡിപെൻഡന്റും ബാക്കിൽ വരുമ്പോൾ റിജിഡ് സസ്പെൻഷൻ ആണ് വരുന്നത്. അത് കാരണം നമുക്ക് മാക്സിമം ഓഫ് റോഡിങ്ങും അതേപോലെ നോർമൽ ഹൈവേസിലും മാക്സിമം പെർഫോമൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മുടെ ഈ ഒരു വെഹിക്കിളിൽ വരുമ്പോഴേക്കും 5 doors ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള. ഇനി നമുക്ക് ഇതിന്റെ ഇന്റീരിയറിലെ കംഫോർട്ട് ഒന്ന് നോക്കാം. അത്യാവശ്യം ലെഗ് സ്പേസ് ഈ ഒരു വെഹിക്കിളിൽ അവൈലബിൾ ആണ്. അത് കൂടാണ്ട് നമുക്ക് ഇന്റീരിയറിൽ ബാക്ക് സീറ്റിൽ 3 പേർക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റും. ബാക്ക് സീറ്റിലായാലും നമുക്ക് അത്യാവശ്യം കംഫോർട്ട് വരുന്നുണ്ട്. അതുകൂടാണ്ട് നമുക്ക് 2 ബോട്ടിൽ ഹോൾഡേഴ്സും ഇവിടെ അവൈലബിൾ ആണ്. ഇന്റീരിയറിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് അത്യാവശ്യം സ്പേഷ്യസ് ആണ് നമ്മുടെ ഈ ഒരു വെഹിക്കിൾ വരുന്നത്. ഇപ്പൊ ഡ്രൈവർ സൈഡ് സീറ്റ് ആണെങ്കിൽ അത്യാവശ്യം കംഫോർട്ടബിൾ ആണ് നമുക്ക് വരുന്നത്. പിന്നെ ഈ ഒരു ആംറെസ്റ്റ് ഡ്രൈവർ സൈഡ് കൂടാണ്ട് പാസഞ്ചർ സൈഡിൽ ഈ ഒരു അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആംറെസ്റ്റ് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ സ്റ്റിയറിംഗ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ടിൽറ്റബിളും അതേപോലെ ടെലിസ്കോപ്പിക്കും ആണ്. നമുക്ക് ഈ വരുന്നത് 7 ഇഞ്ചിന്റെ TFT ഡിസ്പ്ലേ ആണ് വരുന്നത്. അതും കളേർഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. ഈവൻ TPMS വരെ നമുക്ക് അതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. പിന്നെ ഉള്ളതെന്ന് പറയുമ്പോഴേക്കും നമുക്ക് 9 ഇഞ്ചിന്റെ ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആണ് ഈ ഒരു വെഹിക്കിളിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൂടാണ്ട് റിവേഴ്സ് പാർക്കിംഗ് സെൻസറും അതേപോലെ ക്യാമറയും നമുക്ക് അവൈലബിൾ ആണ്. AC വരുമ്പോഴേക്കും മാനുവൽ AC ആണ് വരുന്നത്. നോർമൽ AC കൺട്രോൾസ് ഇവിടെ തന്നെ അവൈലബിൾ ആണ്. അതുകൂടാണ്ട് AC മാക്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ഓപ്ഷൻ എന്ന് പറയുമ്പോഴേക്കും നമ്മൾ അത്യാവശ്യം വെയിലത്ത് നിന്നിട്ട് വണ്ടിയിലേക്ക് കയറുമ്പോഴേക്കും AC മാക്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കൂളിംഗ് ആവും. 12V സോക്കറ്റ് നമുക്ക് വരുന്നുണ്ട്. അതുകൂടാണ്ട് ഫാസ്റ്റ് ചാർജിങ് പോർട്ടും നമുക്ക് അവൈലബിൾ ആണ്. നമ്മുടെ സെന്റർ കൺസോളിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് ലോവർ ഗിയറിന്റെ സ്വിച്ചസും അതേപോലെ ഡിഫറൻഷ്യൽ ലിവേഴ്സും അതേപോലെ തന്നെ നമ്മുടെ പവർ വിൻഡോ സ്വിച്ചും ഈ ഒരു കൺസോളിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ അതുകൂടാണ്ട് നമുക്ക് അത്യാവശ്യം കുറച്ച് സ്റ്റോറേജ് സ്പേസും കൂടി ഇതിന്റെ കൂടെ വരുന്നുണ്ട്. ഈ ഒരു വെഹിക്കിളിന്റെ വാട്ടർ വെയ്ഡിങ് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ 700 mm ആണ്. അതിന് ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഒരു സ്നോർക്കലാണ്.
ഈ സ്നോർക്കൽ ഉള്ളത് കാരണമാണ് നമുക്ക് അത്യാവശ്യം നല്ല ബോണറ്റ് വരെയുള്ള വാട്ടറിലും അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് കയറിപ്പോരാൻ പറ്റുന്നത്. ഗുർക്ക് വരുമ്പോഴേക്കും മെയിൻലി നമ്മൾ പവറിനെ കാട്ടി കൂടുതൽ ടോർക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടൊരു വെഹിക്കിൾ ആണ്. അത് കൂടാണ്ട് നമുക്ക് മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഇലക്ട്രോണിക് കൺട്രോൾസ് ആണ് ഈ ഒരു വെഹിക്കിളിന്റെ ഉള്ളത്. ഇപ്പൊ MLD BLD പോലത്തെ ഉള്ള ഫെസിലിറ്റീസ് ഒന്നും നമുക്ക് അവൈലബിൾ അല്ല. അതുകൂടാണ്ട് ഈ ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഡിസെൻഡ് ഇങ്ങനത്തെ ഒരു ഫീച്ചേഴ്സ് ഒന്നും ഈ ഒരു വെഹിക്കിളിൽ അവൈലബിൾ അല്ല. ഒരു ഓഫ് റോഡിങ് ഇഷ്ടപ്പെട്ട് മാനുവൽ വെഹിക്കിൾ ഓടിക്കാൻ താല്പര്യപ്പെട്ട് അതിൽ ഇതെല്ലാം തന്നെത്താൻ ചെയ്യാൻ പറ്റുന്ന ഒരു ആൾക്കാർ, അല്ലെങ്കിൽ ആ ഒരു വണ്ടി ഗിയർ ഉള്ള വെഹിക്കിൾ ഓടിക്കാനായിട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആ ഒരു സെക്ഷൻ ഓഫ് ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വെഹിക്കിൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. ഈ ഒരു വെഹിക്കിളിന്റെ സേഫ്റ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്യുവൽ എയർ ബാഗ്സ് വരുന്നുണ്ട്. അതുകൂടാണ്ട് EBS EBD വരുന്ന ബ്രേക്ക് സിസ്റ്റം ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ നമുക്ക് പ്രീ ടെൻഷണൽ സീറ്റ് ബെൽറ്റ്സും അവൈലബിൾ ആണ്. ഇത് കൂടാണ്ട് റിവേഴ്സ് പാർക്കിംഗ് സെൻസറും ഈ ഒരു വെഹിക്കിളിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ വെഹിക്കിളിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും ഡീറ്റെയിൽസും അറിയാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഡയറക്റ്റ് മെസ്സേജ് ചെയ്യുക.